പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് സൂർദാസിനെ കുറിച്ചാണ്. സന്ത് സൂർദാസ്. ഭരതർഷി കാളിദാസ ശ്രീ ഭോജോ ജഗനസ്തത സൂരദാസസ്ത്യാഗരാജോ രസഗാനശ്ച സത്കവി എന്ന 20-ാമത്തെ ശ്ലോകത്തിലെ സന്ത് സൂർദാസ് ഹിന്ദി സാഹിത്യത്തിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട പ്രാചീന കവിയാണ് സൂർദാസ്. ഹരിയാനയിലെ വല്ലഭഗഡിന് ഫരീദാബാദ്, ഇന്നത്തെ ഫരീദാബാദ് അടുത്തുള്ള സിഹി ഗ്രാമമാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥാനമെന്ന് കരുതപ്പെടുന്നു. 1478 വൈശാഖ ശുക്ല പഞ്ചമി നാളിൽ സൂർദാസ് ജനിച്ചു. പണ്ഡിറ്റ് രാമദാസ് പാണ്ഡെ എന്നായിരുന്നു പിതാവിൻ്റെ പേര്. ചെറുപ്പം മുതലേ അനുഗ്രഹീത ഗായകനായിരുന്നു സൂർദാസ്. കുറച്ചുകാലം ഡൽഹിയിൽ ദർബാർ ഗായകനായിരുന്നു. എന്നാൽ ശ്രീകൃഷ്ണദേവൻ്റേതല്ലാതെ മറ്റാരുടെയും സ്തുതിഗീതം പാടി ജീവിതം വെറുതെ കളയുന്നതെന്തിനാണ് എന്ന ഒരു സ്ത്രീയുടെ ചോദ്യം അദ്ദേഹത്തിലെ ഭക്തനെ ഉണർത്തി. ആഗ്ര ജില്ലയിലെ ഗൗഘാട്ടിൽ യമുനാ തീരത്ത് പർണകുടീരം പണിത് അവിടെ താമസം തുടങ്ങി. ശ്രീകൃഷ്ണന്റെ ബാലലീലകളുടെയും രാസലീലകളുടെയും രസപൂർണമായ പദങ്ങളാണ് സൂർദാസിൻ്റേത്. മനോഹരമായ പ്രകൃതി വർണ്ണനയും അവയിൽ കാണാം. പ്രഗത്ഭനായ ഒരു സംഗീതജ്ഞൻ ആയിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ പദങ്ങൾ രാഗതാളബദ്ധങ്ങളുമായിരുന്നു. 1653 എഴുതപ്പെട്ട അയനെ അക്ബറിൽ അക്ബറുടെ ചരിത്രം അദ്ദേഹത്തിൻ്റെ സംഗീത പ്രാഗൽഭ്യം വർണ്ണിച്ചിരിക്കുന്നു. 1513 അദ്ദേഹം ശ്രീ വല്ലഭാചാര്യൽ നിന്നും പുഷ്ടിമാർഗത്തിൽ ദീക്ഷ സ്വീകരിച്ചു. ആചാര്യന്റെ ഉപദേശപ്രകാരം താമസം വൃന്ദാവനിയിലെ ശ്രീനാഥ്ജിയുടെ ക്ഷേത്രത്തിലാക്കി. നിത്യേന ശ്രീകൃഷ്ണ സ്തുതികളുടെ ഒരു കവിത എഴുതി ഭഗവാന് സമർപ്പിക്കലായി ദിനചര്യ. അക്കാലത്ത് അന്ധനായിരുന്ന സൂർദാസ് തൻ്റെ ഭഗവസ്തുതിയിൽ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ അലങ്കാരം വർണ്ണിക്കുമായിരുന്നു. അദ്ദേഹത്തിന് കുറേശ്ശെ കാഴ്ചശക്തി ഉണ്ടെന്ന് സംശയം തോന്നിയ പൂജകന്മാർ ഒരു ദിവസം അലങ്കാരമൊന്നുമില്ലാതെ പൂജ നടത്തി. അന്ന് സൂർദാസ് ഭഗവാനെ വിളിച്ചത് വിവസ്ത്രനായ എൻ്റെ നന്ദഗോപാല എന്നാണ്. ഒരിക്കൽ നടന്നു പോകവേ സൂർദാസ് ഒരു കിണറ്റിൽ വീണു. ആൾ പെരുമാറ്റമൊന്നും തന്നെ ഇല്ലാത്ത ആ സ്ഥലത്ത് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തന്നെ ആര് രക്ഷിക്കുമെന്ന് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കെ ഒരു ബാലൻ തൻ്റെ കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്തുന്നതായി സൂർദാസിന് അനുഭവപ്പെട്ടു. മുകളിലെത്തിയതും കൈവിട്ട ശേഷം ബാലൻ ഓടിപ്പോകുന്നു മനസ്സിലാക്കിയ സൂർദാസ് തൻ്റെ കണ്ണനല്ലാതെ മറ്റാരുമല്ല അതെന്ന് മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, കൈപിടിച്ചോടിയത് എന്നെ ദുർബലാണെന്ന് കണ്ടല്ലേ? ഹൃദയത്തിൽ നിന്നിറങ്ങി ഓടാമെങ്കിൽ നിന്റെ കരുത്ത് ഞാൻ അംഗീകരിക്കാം എന്ന പ്രസിദ്ധ പദം അങ്ങനെയാണ് പിറന്നത്. സൂർദാസ് ജന്മന അന്ധനായിരുന്നു എന്നും പിന്നീട് കാഴ്ച പോയതാണ് എന്നും രണ്ട് അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളിലെ പ്രകൃതി ഭംഗി വർണ്ണനയാണ് ജന്മന അന്ധനായ ഒരാളിന് സാധ്യമല്ലാത്തത് എന്ന അഭിപ്രായമാണ് ഇതിന് ഒരു കാരണം. എന്തായാലും ബ്രജഭാഷയിൽ ഹിന്ദിയുടെ പ്രാചീന രൂപത്തിൻ്റെ പേരാണ് ബ്രജഭാഷ. സൂർസാഗർ എന്ന കാവ്യസംഗ്രഹം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. സുർസാരാവലി, സാഹിത്യലഹരി എന്നീ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. 13 ഗ്രന്ഥങ്ങളുടെ കൂടി കർത്താവാണ് അദ്ദേഹം. ഹിന്ദു സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്ന ഇരുണ്ട കാലഘട്ടത്തിൽ സൂർദാസിൻ്റെ പദങ്ങൾ ഭാരതമൊട്ടാകെ ഭക്തിയുടെയും സാമൂഹ്യ ഉണർവിൻ്റെയും പുതിയ തിരമാലകളെ ഉണർത്തി. വാത്സല്യമെന്ന പുതിയ രസം കാവ്യലോകത്തിൽ അംഗീകരിക്കപ്പെട്ടു. സാധാരണക്കാർ ഉണരുകയും പണി ചെയ്യുന്നതും ഉറങ്ങുന്നതും സൂർദാസിൻ്റെ ഭക്തിരസപദങ്ങൾ പാടിയായിരുന്നു. നിരവധി ഭക്തരും സന്യാസിമാരും അവ പാടി ജനങ്ങളിൽ സ്വധർമ്മബോധത്തെ വളർത്തി. 103 വർഷം ജീവിച്ച ആ ധന്യാത്മാവ് സ്വാമി വിഠൽദാസിൻ്റെ വൃന്ദാവനത്തിലുള്ള ആശ്രമത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ലീലകൾ പാടിക്കൊണ്ടിരിക്കെ മഹാസമാധിയായി. തൻ്റെ അംഗപരിമിതിയെ മറികടന്ന് അനശ്വര കീർത്തി നേടിയ സൂർദാസ് എക്കാലത്തും പ്രേരണാ സ്രോതസ്സാണ്. ആ മഹാത്മാവിനെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു.
നന്ദി, നമസ്കാരം. വന്ദേ മാതരം.